അപ്പൊ ഇന്ന് നമ്മള് മൂന്നാർ മാട്ടുപ്പെട്ടി എന്നുള്ള സ്ഥലത്തേക്ക് പോകാൻ പോവാണ്. അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ജസ്റ്റ് ഇപ്പൊ കുറച്ച് ദൂരമായിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴാണ് ഞങ്ങൾ ആലോചിക്കുന്നത് എന്നാ വ്ളോഗ് എടുക്കാം എന്ന് ആലോചിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഇപ്പൊ തന്നെ ക്യാമറ ഓൺ ചെയ്ത് ഞങ്ങൾ വ്ളോഗ് എടുക്കാണ് സുഹൃത്തുക്കളെ. എന്റെ ഭാര്യ ചളി വാരി ചെയ്യാൻ വേണ്ടി പ്രത്യേക ഒരു സ്ക്രിപ്റ്റ് കണ്ടിട്ടുണ്ട്. എന്നാൽ മാട്ടുപ്പെട്ടി പോകുമ്പോ മാട്ടുപ്പെട്ടി മച്ചാന്മാരെ കാണാൻ പോണോന്ന് എന്തോ പറയാനുണ്ട്. ആക്ച്വലി എന്താണ് അത് പറയൂ. ആ ഓക്കെ, പിന്നെ ആ ചേച്ചി പറയാൻ ഓക്കെ. അപ്പൊ നമ്മള് ഓക്കെ ഫൈൻ. അപ്പൊ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് എന്താ പറയാ, ഓക്കെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടികളൊക്കെ കുറെ റോട്ടിൽ പോകുന്നുണ്ട്. ഓട്ടോസ്, കാറുകള് പോകുന്നുണ്ട്, ബൈക്ക് പോകുന്നുണ്ട്. ഇപ്പൊ എവിടെ എത്തി? ആക്ച്വലി നമ്മൾ എവിടെ എത്തിയെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ പെരുമാറി പോകുന്ന റൂട്ടാണ്. ഒരു ഗൂഗിൾ മാപ്പ് ഇട്ടാ പോണത്. എത്ര ദൂരം ഉണ്ട് എറണാകുളത്തുനിന്ന്? എറണാകുളത്തുനിന്ന് 112 കിലോമീറ്റർ ഉണ്ട്. എനിക്ക് എറണാകുളം എന്ന് പറയുമ്പോ ഓർമ്മ തന്നെ ആവണി അതൊക്കെ കണ്ട് മറ്റേ കിളിക്കാമ്പെട്ടി 2-ല് എവിടെയാ കേശുവിനെ കൊണ്ടുപോയത്? എവിടെയാ അതോ കേശുവിനെ കൊണ്ടുപോയത്? എവിടെയാ ആവണി? അങ്ങ് എറണാകുളത്തേക്കുള്ള വണ്ടിയിലാ പോയത്. അതെവിടെയാ? അതെ, ദൂരെ കെട്ടിട കുടുംബരം. അങ്ങനെ കിളിക്കാമ്പെട്ടി അടിപൊളി കാർട്ടൂണാണ് ശരിക്കും. ഒരു പാട്ട് പാടും ആവണി, ആദൂനും കൂടെ പറ്റുന്ന രീതിയിൽ ഒരു അറിയുന്ന അതൊരു പാട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പൊ പാടാം. ജോണി ജോണി ഈറ്റിംഗ് ഷുഗർ, ടെല്ലിംഗ് ലൈസ്, അയ്യോ ടെല്ലിംഗ് ലൈസ്, നോ പപ്പ ഓപ്പൺ യുവർ മൗത്ത്. കുഞ്ഞമ്മയുടെ പാട്ടാണ് അടുത്തത്. കാക്കേ കാക്കേ കൂട്ടിനകത്തൊരു കുഞ്ഞിന് തീറ്റ കൊടുക്കാൻ ഞാൻ കുഞ്ഞു കിടന്ന് കരയൂലേ. കുഞ്ഞേ കുഞ്ഞേ നീ തരുമോ? നിന്നോട് കയ്യില് ഇല്ല തരില്ല നെയ്യപ്പം. അയ്യോ കാക്കേ നവരസങ്ങൾ കാണിച്ചു കൊടുക്കും. നിങ്ങൾ പറഞ്ഞോളൂ. അത് കാണിക്കും. ദേഷ്യം, ദേഷ്യം. അത് നാണം, നാണം, നാണം. അത് കരുണ, 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 കരുണ. അത് പേടി, 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 പേടി. അതൊരു പേടി. അയ്യോ, അത് ശൃംഗാരം. അത് കളിയാക്കുന്ന എങ്ങനെ? നവരസങ്ങളില്ല, ആ രസങ്ങൾ ഞാൻ മറന്നുപോയി. അല്ല എന്നാലും നല്ല രസമായിട്ട് അത് കാണിച്ചു. അവള് ഭയങ്കര രസമായിട്ട് കാണിക്കട്ടോ. ഏതൊക്കെയാ നവരസം എന്ന് ഇവിടെ വിദ്വാനോട് ചോദിച്ചാ അറിയില്ല എന്നങ്ങോട്ട് പറയും അല്ലേ? എനിക്ക് നവരസങ്ങൾ അറിയാം. നവരസങ്ങൾ 5 അല്ലേ? ആ നവരസം എന്ന് പറഞ്ഞാൽ 5 തന്നെയാണ്. തിരിച്ചു തരാൻ ഇവിടെ ആള് വന്നിരിക്കുകയാണ്. ആരാവണിയത്? അമ്മമ്മ. എത്ര നവരസങ്ങളുണ്ട്? 9 ഉണ്ട്. 9 നവരത്നം 9 രത്നം. അമ്മ ആക്ച്വലി പഠിപ്പിച്ചിരുന്നത് 9, 5 എന്ന് പറഞ്ഞ വിദ്വാന് വേണ്ടിയിട്ടാണ്. പക്ഷെ നിങ്ങൾക്ക് 9 എന്ന് എനിക്കറിയാം. വ്ളോഗിൽ നിങ്ങൾ വെറുതെ ചളി അറിയുന്നതാണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. ഈ ചളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ 111 കിലോമീറ്റർ ഞാൻ ഓടുമ്പോ അതിന്റെ വിഷമം നിങ്ങളും കൂടെ അറിയാൻ വേണ്ടിയാണ് ഈ ചളി വരെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അതോ ഇപ്പൊ മനസ്സിലായില്ലേ ഇത്രയും പേരെ ഞങ്ങൾ സഹിച്ചു കൊണ്ടുപോകുന്നു. അപ്പൊ ഞങ്ങൾ കുറച്ചു ദൂരം വീണ്ടും താണ്ടി വന്നിരിക്കുകയാണ്. നമ്മൾ എന്തിനാ മാട്ടുപ്പെട്ടി പോകുന്നതെന്ന് ഇവരാരും പറഞ്ഞില്ല. എനിക്ക് ആക്ച്വലി മാട്ടുപ്പെട്ടിയിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഒരു സ്കൂളിലെ ഫംഗ്ഷൻ. പക്ഷെ നിങ്ങൾ വിചാരിക്കും എന്റെ വേഷം കണ്ടിട്ട് ഇങ്ങനെയാണോടി നീ സ്കൂളിൽ ഫംഗ്ഷന് പോകുന്നതെന്നുള്ളത്. അല്ല, ഞാൻ ആക്ച്വലി അവിടെ എത്താറാകുമ്പോ ഒന്ന് ഫ്രഷ് ആകാം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇപ്പൊ കൂളായിട്ട് റിലാക്സ് ആയിട്ട് അത് എന്തായാലും എന്റെ മേത്ത് കിടന്ന് നിരങ്ങും. അപ്പൊ അതുകൊണ്ട് ഡ്രസ്സ് ഒന്ന് ചുളുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയിട്ട് ഫ്രഷ് ആവാന്ന് കരുതിയിരിക്കുകയാണ്. മാട്ടുപ്പെട്ടിയിലെ ഒരു ഹൈസ്കൂൾ, അവിടെ എന്താ ഒരു ഹൈ റേഞ്ചിലൊരു സ്കൂളുണ്ട്. അതെ, എന്റെ ഒരു മോട്ടിവേഷൻ സ്പീച്ച് ഒക്കെ അവര് ആഗ്രഹിക്കുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല. അതെ, അപ്പൊ അതിനു വേണ്ടിട്ടാണ് മാട്ടുപ്പെട്ടി പോകുന്നത്. എന്ത് ചാടുന്നതായി കാണിക്കുന്നത്? അതിന്റെ മുഖത്ത് പൗഡർ ഇരിക്കുന്നത്. എവിടെ ഇപ്പൊ പൗഡർ ഒക്കെ ഒപ്പിച്ച് തുടക്കാവണേ. എന്താ നിങ്ങളുടെ പ്രശ്നം എന്താ? ആക്ച്വലി
നവരസം കാണിച്ച്. നവരസം കാണിക്കുന്നതാണോ എന്തോ പെട്രോളിന്റെ കാര്യം പറയുന്ന കേട്ടല്ല. എന്താണ് ഇവിടെ നിന്ന് അടിക്കണോ കുറച്ച് മുന്നോട്ട് അടിച്ചാൽ മതിയോ എന്ന് ആലോചിച്ചത്. ആളെ വിട്ടടിപ്പിക്കൊന്നും വേണ്ടല്ലോ, വണ്ടി കൊണ്ടിട്ട് അടിച്ചു തരൂലേ. ഇവിടെ ഈ തമാശ കേട്ട് ഞാൻ ചിരിച്ച് മരിച്ചു. നിങ്ങൾ ചിരിക്കാൻ വേണ്ടിയല്ല, എന്റെ പ്രേക്ഷകർ ചിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ചളി പറയുന്നത്. ഇതേപോലുള്ള തമാശകൾ പറഞ്ഞു പറഞ്ഞ് ചിരിപ്പിച്ചങ്ങ് കൊന്ന്. നിങ്ങക്ക് മൂന്നാറില് എത്തുന്നത് വരെ ബോറടിക്കാതിരിക്കണ്ടേ? അതിന് ഞാൻ വേണ്ടിട്ട് ശരിക്കും പറഞ്ഞ ഈ ബ്ലോഗിന്റെ പരിപാടി ഞാൻ പറഞ്ഞ എന്തിനാന്നറിയാമോ? ഇവള് മിന്റെ സീറ്റ് ഇരുന്ന് മറ്റേ പാവയ്ക്ക് കീഴടങ്ങുന്ന ഉറങ്ങും. ആ ഉറക്കം മുടക്കാൻ വേണ്ടിയാണ് ഞാനൊന്ന് വീഡിയോ എടുക്കാൻ നോക്കുന്നത്. ഞാൻ എണീറ്റിരുന്ന നിങ്ങളിങ്ങനെ ഓരോന്ന് പറഞ്ഞ് എന്താ പറയാ ഇറിറ്റേറ്റ് ആയി തല്ലാവും. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് പിന്നെ ഉറങ്ങി അവിടെ എത്താം. അതുകൊണ്ടാണ് ഉറങ്ങുന്നത്. ഫുള്ള് തല്ലാം. ഞാൻ അവരെ മനസ്സിലാക്കി കൊടുത്തതാണ്. തല്ലൊന്നുമില്ല, തല്ലക്കൊണ്ട് എന്റെ കൂടെ എനിക്ക് ഇങ്ങനെ ഇത് സംസാരിച്ച് പോയി കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ യാത്രയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എവളാണെങ്കിൽ സൈഡിൽ നിന്ന് ഉറങ്ങും. ഉറങ്ങണം എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒന്ന് ഉറങ്ങും. എനിക്കാണെങ്കിൽ രാത്രി ഇപ്പൊ ഡ്രൈവ് ചെയ്യാനേ പേടിയാ. കാരണം എന്താ വെച്ചാൽ ഇവിടെ സൈഡിൽ നിന്ന് ഉറങ്ങുമ്പോ ഞാനിത് ഉറങ്ങി. അപ്പൊ അതുകൊണ്ട് ഞാൻ നൈറ്റ് ഡ്രൈവ് വണ്ടി ഓടിച്ചോണ്ടിരിക്കും. കുറച്ച് കഴിയുമ്പോ അങ്ങോട്ട് തിരിഞ്ഞിരിക്കണം. ഞാൻ പുറത്തേക്ക് നോക്കി ഇരിക്കട്ടെ കേട്ടോ, കുറച്ച് നേരം പറഞ്ഞിട്ട് നോക്കുമ്പോ അങ്ങോട്ട് തിരിഞ്ഞ് ഉറങ്ങാം. അതൊക്കെ എന്റെ അടവല്ലേ ചുമ്മാ. അതുകൊണ്ട് ഞാനാണെങ്കിൽ എന്താ ഇവിടെ ഒച്ചപ്പാട്? കുഞ്ഞമ്മയോ? ഹനുമാനായി കുട്ടി. അത് ഹനുമാനാണോ? അല്ല, സുലൈമാൻ. അതെങ്ങനെ കരയണേ കാണിച്ചു കൊടുക്കും. കരയണ എങ്ങനെ? അതെങ്ങനെ കരയ അത് കരയണ എങ്ങനെ? അതോ അത് ഉറുമ്പുറുമ്പ് കളിക്കും. ഉറുമ്പുറുമ്പ് അത് നെയിൽ പോളിഷ് രണ്ടുപേരും സെയിം ആണല്ലോ. നമുക്ക് രണ്ടുപേരും ഊണ് കഴിക്കുന്ന കയ്യില് നെയിൽ പോളിഷ് ഇടാൻ പാടില്ല. ഞാൻ പറ്റ വെട്ടി വെച്ചു. അത് അതിനറിയാലോ, അത് പറഞ്ഞു തരുമല്ലോ. ഇടാൻ പാടില്ല. പറയൂ. ആണോ? അപ്പൊ ഞങ്ങളിങ്ങനെ പകുതി ദൂരം എത്തിയ സമയത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമം. ഞങ്ങൾ കുറെ സ്നാക്സ് ഒക്കെ മേടിച്ചു. അതിന്റെ കൂടെ ഞാൻ ഈ ഒരു സംഭവം കണ്ടു കേട്ടോ കടയിൽ. ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് ആണ്. ഞാൻ കുറെ ഷോർട്സിലും വീഡിയോസിലൊക്കെ കണ്ടിട്ട് അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിക്കാന്ന് വെച്ചിട്ട് നമ്മൾ തുറക്കാൻ പോവാണ്. കണ്ണല്ലേ? കണ്ണ് കാണിച്ച്. അതെ, ഒരു ഐബോൾ പോലെ ചളി ഭംഗിയുണ്ട് ചോക്ലേറ്റ് ഒക്കെ. പക്ഷെ ഇതൊക്കെ നല്ലതാണോ എന്നുള്ളത് നമുക്ക് അറിയില്ല. അതെ, തുറക്കാൻ പറ്റുന്നില്ല ഗൈസ്, ഭയങ്കര ടൈറ്റ് ആണ് കേട്ടോ. അതിന്റെ മീൻ വയൽ ഇവിടെ ആദു ചിപ്സ് കഴിക്കുന്ന തിരക്കിലാണ്. അത് ചിപ്സ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പക്ഷെ ചിപ്സ് നമ്മള് കുറെ സാധനങ്ങൾ വാങ്ങി. ബാക്കിയുള്ള സാധനങ്ങൾ എവിടെ ആവണി? പിന്നെ ഞാനൊരു മാംഗോ പുഡിംഗ് കൂടി മേടിച്ചു ഗൈസ്. ചെറിയൊരു മാംഗോ പുഡിംഗ് ആണ് എനിക്ക് വിഷമം. ബാക്കിയുള്ള സ്നാക്സ് ഒക്കെ എവിടെ? പിന്നെ ഞങ്ങൾ അതുകൊണ്ട് ഫേവറേറ്റ് അച്ചപ്പം, പിന്നെ എന്താ പറയാ എരിവുള്ള ചിപ്സ്. നമ്മൾ പൊടിച്ചു ഗൈസ് തേച്ചു ഗൈസ്, നമ്മള് തേച്ചു ഗൈസ്. അതിനകത്ത് കണ്ണില്ല ഗൈസ്, പക്ഷെ എന്നാലും നമുക്ക് വിശ്വാസത്തിൽ സൗണ്ടിൽ പറയാൻ കേൾക്കുന്നുണ്ട്. കഴിച്ചു നോക്കാം. കണ്ണിന്ന് ചോര തന്നെ ഗൈസ്. ബാക്കി കളയുന്നതായിരിക്കും നല്ലതാവണി. ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല. കുറച്ച് കയ്പൊക്കെ ഉണ്ട്, പക്ഷെ അതിനകത്തുനിന്ന് ചോര വരുന്ന പോലത്തെ കളറൊക്കെ ഉണ്ട് കേട്ടോ. ഇത് പൊട്ടിക്കാൻ പോവാണ്. ഇത് മാംഗോ പുഡിംഗ് ആണ് കേട്ടോ. ഇത് ജീൻസിലാക്കണില്ല. അയ്യോ ഭയങ്കര പാടാട്ടോ. എല്ലാം ഭയങ്കര സീൽഡ് ആയിട്ട് വെച്ചോണ്ട്. ഓക്കെ ഗൈസ്, ഇതാണ് കേട്ടോ സംഭവം. ജെല്ലി ആയിട്ട് ഇരിക്കുകയാണ്. വരുന്നില്ല വായിലേക്ക്. അയ്യോ കിട്ടി ഗൈസ്, കിട്ടി ഗൈസ്. ഇത് നോക്കാം.
മുഴുവൻ കഴിക്കരുത്. എന്താ അവണി അവരാണെന്ന് പറഞ്ഞു കഴിക്കരുത് തന്നെ. എന്തോടെ അതിന്റെ പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ലല്ലോ. സ്പൈഡർമാൻ എന്തോ സങ്കടം ഉണ്ട്. ആ വണ്ടിയില് തൂങ്ങിച്ചത്തിരിക്കുന്ന പോലെ ഇരിക്കുന്ന സ്പൈഡർമാൻ. അതെ, എന്താണോ എന്തോ സങ്കടം. നിങ്ങൾ എന്തെങ്കിലും വഴക്ക് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? പറഞ്ഞില്ല, നിന്നോട് ട്രാവൽ ചെയ്തത്. എന്താ അത്? വണ്ടിയിൽ എന്താ കിടക്കണേ? അത് പറ. എന്ത് പറ്റിയോ എന്തോ. നമ്മള് മൂന്നാറിന്റെ മലകൾ കയറാൻ തുടങ്ങി കേട്ടോ. മൂന്നാറല്ല, അടിമാലിയുടെ. എന്താണ് അവിടെ? ഒന്നാം മല കയറി പോവേണ്ടേ, അവിടെ കല്ലും കുത്തി ചാടേണ്ടേ. അടുത്തത് എനിക്ക് വേറെ മല കയറി പോകേണ്ടേ, അവിടെ തലയും കുത്തി ചാടേണ്ടേ. മൂന്നാം മല കയറി പോകേണ്ടേ. അത് കാടാണോ? ഏതാണ് കാട്? റിയൽ എസ്റ്റേറ്റ്. എന്താ എസ്റ്റേറ്റ്? ഓ അത് ശരി, അതാണ് റിയൽ എസ്റ്റേറ്റ്. അതില് പുലിയൊക്കെ ഉണ്ടോ? ആ കാട്ടില് പുലി ഉണ്ടോ? ഉണ്ടല്ലേ. ഏകദേശം ഒരു ടൂറിസ്റ്റ് ഏരിയയിലേക്ക് നമ്മൾ എത്തി അല്ലേ? അടിമാലിയിലേക്ക് പോണ വഴിയാണ്. അടിമാലിയിൽ നമുക്ക് ഭക്ഷണം കഴിക്കാം. എന്താ പോണേ? മലകളും താഴ്വാരങ്ങളും ഒക്കെ കണ്ടാ. അത് എന്തൊരു ഭംഗിയാ. വാവ്. ഞങ്ങൾ കുറേ ദൂരം നോക്കി വന്നപ്പോൾ ഒരു ഫുഡി ഹെവൻ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് കിട്ടി ഫൈനലി. അപ്പോൾ ഞങ്ങൾക്ക് സമയമില്ല, എനിക്ക് സ്കൂളിലെത്തേണ്ട സമയം അതിക്രമിച്ചു, ഞാൻ ലേറ്റാണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഫുഡ് ഓർഡർ ചെയ്തിട്ട് കഴിച്ചിട്ട് വേഗം ഇറങ്ങാം. നല്ല അടിപൊളി ഫുഡ്, നല്ല സൂപ്പർ ഫുഡാണ് കേട്ടോ. ഒരുപാട് കറിയുണ്ട്. നല്ല കുറേ ദൂരം ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തെങ്കിലും നല്ല അടിപൊളി റെസ്റ്റോറൻറ്റിൽ തന്നെ കയറി. അവൾ ആക്ച്വലി ബിരിയാണി ഓർഡർ ചെയ്തതാണ് അവളി. പക്ഷേ ചോറിൻ്റെ കറികളുടെ രുചി കണ്ടിട്ട് അവൾ ബിരിയാണി ഓർഡർ ചെയ്തിട്ട് അമ്മയുടെ കയ്യിൽ ചോറ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടേ? അത് കഴിക്കും. അത് ഫുഡ് നല്ല ഫുഡാണോ? അത് സൂപ്പർ ഫുഡാണോ? നല്ല ഭക്ഷണമാണോ? അച്ഛനോട് പറ സൂപ്പറാണോ? വ്ലോഗ് ഇടാം. അപ്പോൾ വിളമ്പിയത് എടുക്കണം. അതീന്ന് കാണിച്ചതാ. ഞെട്ടി വേണം. വേഷം കണ്ടില്ലേ? വേഷം And I am Rita, a new gentleman. Tonight, we dive right into the heart of the matter, past, present and future. நல்ல விஷயம் மட்டும் லைஃப்ல நடக்கணும்னு சொல்றது கொஞ்சம் கஷ்டம். அது அப்போ வந்து என்ன நடந்தாலும் அது எப்படி ஆப்ஸ்டிகல்ஸ் அது கவர் அப் பண்ணதா ஃபர்ஸ்ட் நம்ம கத்துக்கிற விஷயம். அந்த மாதிரி முடிவாத எதுவுமே இல்லை. அதே மாதிரி நாங்க പരിപാടി തീർന്നു. നമ്മുടെ ഹൈറേഞ്ച് സ്കൂൾ, ടാറ്റ ഹൈറേഞ്ച് സ്കൂൾ, ടാറ്റയുടെ ഹൈറേഞ്ച് സ്കൂൾ മാട്ടുപ്പെട്ടിയിലാണ് ഞാൻ വന്നത്. അപ്പോൾ എൻ്റെ കൂടെ അക്കമ്പനി ചെയ്യാൻ അതും ആവണി അമ്മയൊക്കെ ഉണ്ടായിരുന്നു. അജയേട്ടൻ ഒരു മീറ്റിംഗ് ആയിട്ട് കുറച്ച് നേരം മാറി നിൽക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചായി. ഇപ്പോൾ തിരിച്ച് ഓൺ ദ വേ ബാക്ക് ടു കൊച്ചിൻ. അപ്പോൾ നല്ല കോട ഇറങ്ങിയിട്ടുണ്ട്. കോട മാത്രല്ല, താഴെ ഒരു ഗോഡയും പിന്നെ അത് ഇരുന്നോ ടോയ. അജയേട്ടനിരിക്കെ പേടിയാണോടാ? എന്റെ ഒരു കൈ എവിടെയാണ്? ഇനി അത് ഇരുന്നു. രണ്ടൂന്ന് കൈയായിട്ട് വന്നേണ്. ഒരു മിനിറ്റ് മോനെ, മലയാളം അറിയോ? ഞാൻ ആക്രാന്തത്തോടെ വന്ന് കയറാൻ പിടിച്ചുറപ്പിച്ചതിന് ശേഷം റെഡി പറഞ്ഞിട്ടല്ലേ കയറാവുള്ള.
സപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ നിർത്താൻ പറയട്ടോ. നീ എന്താ കുതിരപ്പുറത്തിരുന്ന് മോനടിക്കണം? കുതിരോട് പോവാൻ പറഞ്ഞതാ. ഇതെന്താണ് ഈ കുതിര ഇങ്ങനെ വട്ടം കിടക്കണത്? ഇനി ഇതിനെ കുതിരവട്ടത്തുനിന്ന് കൊണ്ടുവന്നതാണ്. പേടിയാണ്. ഞാൻ പിടിക്കണോ അവനെ? ആണ്ട അവനെ ഇരുത്ത് നിങ്ങൾ. പിടിച്ചോ സുൽത്താൻ, അത് സുൽത്താൻ ചെല്ലടുത്ത്. നീ എന്റെ കയറിലല്ല അവണി പിടിക്കണ്ട, എന്റെ ദേഹത്താ പിടിക്കണ്ട. നോക്ക്, ഞാൻ വരാം ഹെൽപ്പ് അമ്മ പിടിക്ക്. തൊട്ടാണി ഞാൻ ജാഗ്രത. ആക്ച്വലി അവനെ കുതിരയുടെ മേലെ കയറാൻ പറ്റാത്ത റീസൺ അതുണ്ടല്ലോ, അത് മനുഷ്യന്മാർ അതിനകത്ത് ഇരിക്കുമ്പോണ്ടല്ലോ, നമ്മള് മനുഷ്യന്മാർ ഇങ്ങനെയാണ് നടക്കണം. മനുഷ്യന്മാർ എങ്ങനെ നടക്കണേ? ആ ഇങ്ങനെയാണ് നടക്കണം, കേക്കുന്നില്ല. ബാലൻസ് ആയിട്ടാണ് നടക്കണത്. പക്ഷെ കുതിരയൊക്കെ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലോ നീ കാണിച്ചേ. എങ്ങനെയാ കാണിച്ചേ കുതിര? നമ്മളതിനെ വണ്ടി കയറി ഇപ്പൊ ഇതിന് താഴെ കമന്റ്സ് വരും, എങ്ങനെയാ നടക്കണേന്ന്, ഇങ്ങനെയാണോ കുതിര നടക്കണേ, ഏത് കുതിര നടക്കണേന്ന് ചോദിക്കും. അപ്പൊ ഈ കോടയുടെ ഭംഗിയില് ഗോഡയുടെ മേലെ കയറി നിന്ന് കുറച്ച് വീഡിയോസ് എടുക്കാന്ന് വെച്ചപ്പോ പേടിയാണോ എന്തായിരുന്നു? ഇച്ചിരി ഭയം. അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. അതില് മേലെ കയറി നിന്നിട്ടുള്ള വിഷ്വൽസ് മാത്രമേ കിട്ടിയുള്ളൂ. പാവ കുതിരക്കാരനെ ആശിപ്പിച്ചു, 100 രൂപ കിട്ടുമെന്ന് വിചാരിച്ചു ആ പയ്യൻ. പേടി കാരണം അതില്ലാണ്ടായി. സോ ഇപ്പൊ ഇതാ നല്ല മനോഹരമായി ഞങ്ങള് അവളുടെ സ്കൂള് എന്ന് പറയുന്നതാണ് ഒരു 1.5 സ്കൂള്. ബിക്കോമായിട്ട് ഷൂട്ടായിട്ട് ലീവ് എടുക്കുന്ന ഒരു പ്രത്യേക ജീവിയാണ്. അതുകൊണ്ട് ലീവ് എടുക്കണ്ടെന്ന് കരുതി ഞങ്ങൾ തിരിച്ച് എത്രയും പെട്ടെന്ന് എറണാകുളം എത്താൻ ആഗ്രഹിക്കുന്നു. എങ്ങനെയാ ആന? ആന എങ്ങനെയാ? എങ്ങനെയാ ആന? എങ്ങനെയാ വായ തുറക്കുക? അത് ഡാൻസ് ഡാൻസ്. ആ ആ ഡാൻസ്. പോയ ബസ്. മൂന്നാറിനോട് ബായ് പറയൂ. അതും മൂന്നാർ ബായ് പറയൂ. മൂന്നാർ എന്ന് പറയൂ. ബായ് 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 ബായ്. താങ്ക് യു. അപ്പൊ എല്ലാരും ഫോറിയ വ്ലോഗ്സ് എന്താ അവണി ഫോറിയ വ്ലോഗ്സ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അടിച്ചു പൊട്ടിക്കാൻ. അതെ, അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കൂടട്ടെ ഗൈസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മൂന്നാർ ഫോർ ദിസ് ബ്യൂട്ടിഫുൾ വ്ലോഗ്.